ഹേ ഗായ്സ്, അപ്പോൾ ഒന്ന് പുറത്ത് പോയി വരുന്ന സമയത്ത് നമ്മൾ ഫറൂഖിലൂടെ കണ്ടപ്പോൾ വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതാ കല്ലമ്മക്കായ കണ്ടപ്പോൾ കായക്ക് ഭയങ്കര നിർബന്ധം കല്ലമ്മക്കായ വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങളിതാ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടോ. പുഴുങ്ങിയിട്ടാണല്ലോ പിന്നെ നമ്മൾ ഫ്രൈ ആക്കുക. പൊരിക്കണില്ല കേട്ടോ, ഫ്രൈ ആണ്. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻ വെക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് നന്നായിട്ട് കറിവേപ്പിൻ്റെ കൂടെ പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ പച്ചമുളകൊന്ന് മാറണം. വെളുത്തുള്ളിൻ്റെ, ഇഞ്ചിൻ്റെ, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇലയൊക്കെ പച്ചമുളകൊന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ അതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കടുക്ക തിളച്ച് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് തോല് പോക്കി രണ്ട് ഭാഗമാക്കി എടുക്കണമല്ലോ. അതാണ് വലിയ ടാസ്ക്കൊന്നുമില്ല. എന്നാലും അങ്ങനെ ഇതാ അത് മൂത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഉള്ളി താളാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് സിമ്മിലിട്ട് കണ്ട് അവിടെ അടച്ച് വെക്കാം. ആ സമയത്ത് നമുക്ക് കടുക്ക നന്നാക്കി എടുക്കാം കേട്ടോ. കടുക്ക നന്നാക്കി എടുക്കാൻ ഹെൽപ്പർമാരുണ്ട് കേട്ടോ. മോനുണ്ട്, മോളുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പണി കഴിയും. നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ അതാ വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ട തോല് കുറേ ഇല്ലേ, തോലാണ് കൂടുതൽ, ഇറച്ചി കുറവാണ്. ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചാൽ അധികം അങ്ങനെ തന്നെയല്ല ഉണ്ടാവുക. അപ്പോൾ ഉള്ളിയൊക്കെ താളിയതിൻ്റെ ശേഷം ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പ്രത്യേകിച്ച് ഒരു പൊടികളും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളെ കടുക്കൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയിപ്പോവും. പിന്നെ മസാലക്കുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടിട്ടാണ് വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കാത്തത്. മറ്റേ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ടിതാ മസാല ഒന്ന് മൂത്തതിന് ശേഷം അതിലിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള കടുക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് നന്നാക്കിയപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, പുഴുങ്ങിയപ്പോഴുള്ള ആ വെള്ളം നമ്മൾ ഒഴിവാക്കരുത്. അത് തരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളം തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം കടുക്കൻ്റെ സീസണാണ് തോന്നുന്നുണ്ട്. നല്ല പുളിയും ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ കടുക്കൊക്കെ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. കൂടുതൽ ഉപ്പിട്ട് കൊടുത്താലേ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതല്ല, അപ്പോൾ ഉപ്പ് മുന്നിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പില്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞങ്ങളത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മല്ലിയില ഉള്ളവർ ഈ സമയത്ത് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതാ നല്ല ചൂട് ചോറും കടുക്ക ഫ്രൈയും കൂട്ടി ചോറ് വയ്ക്കുക. അപ്പോൾ അടിപൊളി ആട്ടോ, സൂപ്പറാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാക്കി വയ്ക്കുള്ളൂ. അടിപൊളി ആട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.